ഹായ് വെൽക്കം ബാക്ക് ടു ഡി ഷെഫ്. നമ്മളെന്താ തയ്യാറാക്കുന്നത് ഇഞ്ചമ്പുളിയാണ്. തൃശ്ശൂർ സൈഡിലൊക്കെ ഇഞ്ചമ്പുളി എന്ന് പറയാം. കുറേ പേരൊക്കെ പുളിയിഞ്ചി എന്നും പറയണ കേട്ടിട്ടുണ്ട്. അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 100 ഗ്രാം ഇഞ്ചി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 100 ഗ്രാം ഇഞ്ചിക്ക് ഇവിടെ എടുക്കുന്നത് 75 ഗ്രാം പുളിയാണ്. വളംപുളി എടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്നിങ്ങനെ സ്മാഷ് ചെയ്തിട്ട് ഇതിലോട്ട് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു വെക്കാം. ഒരു 10-15 മിനിറ്റെങ്കിലും ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ അത് അലിഞ്ഞ് ചേർന്നോളും. ഇത് ഇവിടെ ഇരുന്ന് അലിയട്ടെ, നമുക്ക് അടുത്ത പരിപാടികൾ നോക്കാം. ഏകദേശം പുളി കുതിർത്തിയിട്ടിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ട് അതിലോട്ട് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ്. വെളിച്ചെണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഞാനിതിലോട്ട് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീ ലോ ഫ്ലെയിമിലിടാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം കടുകും ഉലുവയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 3 പച്ചമുളക് വട്ടത്തിൽ ഇതേപോലെ അരിഞ്ഞതും ഒരു 5 ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞതും ചേർക്കുന്നുണ്ട്. ഇതിലോട്ട് വേപ്പില ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് പുളി ഒന്ന് കൈകൊണ്ട് ഒന്ന് ഉടച്ച് നല്ലപോലെ വെള്ളത്തിൽ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ അലിഞ്ഞ് കിട്ടും. ഉള്ളിയൊക്കെ കുറേശ്ശെ വാടി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചിങ്ങനെ നടുക്കിൽ സ്പേസ് ഉണ്ടാക്കിയിട്ട് ഈ ഓയിലിലോട്ട് നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. നല്ല ചെറുതായിട്ട് തന്നെ അരിയാൻ നോക്കാം. നമുക്ക് എല്ലാം കൂടി നല്ലപോലെ വാട്ടിയെടുക്കാം. ഇഞ്ചിയുടെ കളറൊക്കെ ചെറിയ തോതിൽ മാറണം. തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അത് ചെയ്യാൻ. ഇഞ്ചി ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയിൽ എന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് അതിലോട്ട് ഇറങ്ങിക്കോളും. അത് മാത്രമല്ല അത് പെട്ടെന്നപ്പോൾ റെഡിയായി കിട്ടും. ഇനി ഇഞ്ചിയൊക്കെ നല്ലപോലെ ഒതുങ്ങിയിട്ടുണ്ട്, നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഒന്നിങ്ങനെ പൊത്തി വെച്ച് കൊടുക്കാം, അപ്പോൾ പെട്ടെന്നായി കിട്ടും. ഇനി നമുക്ക് ഇതിലോട്ട് ഈ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളിയുടെ വെള്ളം മാത്രം ചേർത്താൽ മതി. നല്ലപോലെ പിഴിഞ്ഞിട്ട് നീരെടുത്തിട്ട് അതും കൂടെ ചേർക്കാം. ഇനി നമുക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ കട്ടിയാക്കി എടുക്കണം. അപ്പോൾ നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇതൊന്ന് ചൂടാവട്ടെ. അതിനുശേഷം നമുക്ക് ശർക്കര ചേർക്കണം. പുളിവെള്ളം നല്ലപോലെ ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു കഷ്ണം ശർക്കര ചേർക്കാം. ശർക്കര ഉരുകി ചേർന്നതിന് ശേഷം നമുക്കിത് വറ്റിച്ചെടുക്കാം. ശർക്കര ഇപ്പോൾ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിനേക്കാളും ഒരല്പം കൂട്ടിയിട്ടിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഇതിപ്പോൾ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. കുറുകി വരുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്യുക. അതേപോലെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറച്ചും കൂടിയും മധുരം വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ശർക്കര കുറച്ചും കൂടിയും ചേർക്കാം. അതൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഒരു അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട് ഞാൻ. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുള്ള പോലെ തോന്നി. പല സ്ഥലത്തും പല രീതിയിലാണ് ഇഞ്ചമ്പുളി ചെയ്യുന്നത്. ചിലർ അവസാനമാണ് കടുകൊക്കെ പൊട്ടിച്ചിടുക. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം തന്നെയാണ് ചെയ്തത്. എല്ലാം ഒറ്റ ട്രിപ്പിലാണ് ചെയ്തത്. വേറെ പാത്രങ്ങളൊന്നും മാറ്റി മാറ്റി എടുത്തിട്ടില്ല. എല്ലാം ഈ പാത്രത്തിൽ തന്നെയാണ് ചെയ്തത്. അവസാനമായിട്ട് ഞാൻ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊരു പ്രത്യേക രുചി തന്നെയാണ്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ചൂടാറി കഴിയുമ്പോഴാണ് ഇത് ടേസ്റ്റി ആവുക കൂടുതൽ. ആ പച്ച വെളിച്ചെണ്ണയുടെ സ്മെല്ലയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അടച്ചു വെച്ചിരിക്കുന്നത്. ഒരു മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് എടുത്ത് മാറ്റാം. ഒരുപാട് ദിവസം ഇഞ്ചമ്പുളി കേടാവാണ്ടിരിക്കും. കാരണം നമ്മളതിൽ പുളിയാണല്ലോ ചേർക്കണത്. അങ്ങനെ നമ്മുടെ ഇഞ്ചമ്പുളി അല്ലെങ്കിൽ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഓണത്തിന് എന്തായാലും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി തന്നെ അറിയിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം ഡി ഷെഫ്. താങ്ക് യു.